യേശുവിൻ്റെ അധികാരം. ഉള്ളിലൊരു കുറുമ്പൻ കുട്ടിയെ ഈശോ കാത്തുവച്ചിരിക്കുന്നുവോ എന്ന് സംശയം ജനിപ്പിക്കുന്ന ഒത്തിരിയേറെ സന്ദർഭങ്ങൾ സുവിശേഷത്തിലുണ്ട്. അതിലൊന്നാണ് മേൽപ്പറഞ്ഞ ഭാഗം. ഉപമകളിലൂടെയും സദൃശ്യവാക്യങ്ങളിലൂടെയും ഏറ്റവും ലളിതമായി ജനങ്ങളോട് സംവദിച്ചിരുന്ന ഈശോ തൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും തന്ത്രപൂർവം ഒഴിഞ്ഞുമാറുന്നതായി കാണാം. ഹെറോദസും പീലാത്തോസും ഫരിസേയരും നിയമജ്ഞരുമൊക്കെ അവനിലെ നിഷേധിയെ കണ്ടറിഞ്ഞവരാണ്. പ്രത്തോറിയത്തിൽ വിധിക്ക് കാതോർത്ത് നിൽക്കുമ്പോഴും അവനിലെ കുറുമ്പൻ ഉണർന്നിരുന്നു. നീ ദൈവപുത്രനാണോ? നീ യഹൂദരുടെ രാജാവാണോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ കൗശലത്തോടെ മറുപടി പറയുന്നുണ്ട് ക്രിസ്തുവിലെ നിഷേധി. അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിരുന്ന ഹെറോദസിന് മുന്നിൽ ക്രിസ്തു കുറുമ്പ് കാട്ടി മിണ്ടാതെ നിൽക്കുന്നത് അത്ഭുതം കണ്ടാലേ അവനത് ഉറപ്പിക്കൂ എന്ന മനോഭാവത്തോടുള്ള പ്രതികരണമായിരുന്നു. ദൈവമേ, നീ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് തിരുവെഴുത്ത് സാക്ഷിക്കുന്നുണ്ട്. ആരാണ് ശിശു? ഹൃദയത്തിൽ നിഷ്കളങ്കൻ, കലർപ്പില്ലാത്ത വിശ്വാസത്തോടെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നവൻ. അവൻ്റെ മുമ്പിലാണ് സ്വർഗരാജ്യം മലർക്കെ തുറക്കപ്പെടുക. കാണുന്നില്ലേ നല്ല കള്ളൻ്റെ കുഞ്ഞു മനസ്സിന് മുമ്പിൽ പറുദീസ തുറക്കപ്പെടുന്നത്? അങ്കുശമെന്നെ നമുക്ക് അവൻ്റെ മുമ്പിൽ ആയിരിക്കാം. ഒരു കുഞ്ഞ് എപ്രകാരമാണോ തൻ്റെ പിതാവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്നത്, അപ്രകാരം ദൈവത്തോട് ചേർന്നിരിക്കാം. വിർജിൻ ഐ എന്ന പുസ്തകത്തിൽ റോബിൻ ഡാനിയേൽ പറയുന്നു, അപ്പൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിരാവിലെ ചാമ്പമരത്തിൽ നിന്ന് ചാമ്പങ്ങ പൊട്ടിച്ചെടുക്കുന്ന കുഞ്ഞിൻ്റെ കൗശലം പോലെ ലോകത്തെ പുണരുമ്പോഴും ഒരു കൈ പിതാവിൻ്റെ കരതലത്തിൽ തന്നെയാകട്ടെ. ഇതാണ് ശിശുത്വം. നോമ്പ് നമ്മിലുറങ്ങുന്ന ശിശുവിനെ ഉണർത്തുവാനുള്ള കാലമാകട്ടെ. തികഞ്ഞ നിഷ്കളങ്കതയോടെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ. ആമേൻ. മകനേ